ജൂലൈയിലെ ഒരു ഡ്രൈ സീസണിന് ശേഷം ഓഗസ്റ്റ് മന്ത് കേരള ബോക്സ് ഓഫീസിന് ഒരു പുത്തൻ ഉണർവ് നൽകിയ മാസമാണ്. കേരള ബോക്സ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സുമതി വളവിൽ നിന്നാണ്. സുമതി വളവ് ഒരു 12 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന് 28 കോടി രൂപയോളം തിയേറ്റർ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി ചിത്രമാണ് സുമതി വളവ്. അർജുൻ അശോകനെ സംബന്ധിച്ച് ഒരു വലിയ ബ്രേക്ക് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ പുറകെ പോകുന്നതിൻ്റെ ഇടയിൽ പലരും അർജുൻ അശോകനെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകൾ കാണാറുണ്ട്. തൽക്കാലം ഇനിയിപ്പോൾ എന്നെ പിടിക്കണ്ട, ഞാനൊരു സൂപ്പർ ഹിറ്റ് വന്നിട്ടുണ്ടെന്ന് അർജുൻ അശോകന് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ചിത്രമായി മാറിയായിരുന്നു സുമതി വളവ്. അത്യാവശ്യം നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. അത്യാവശ്യം ഹൊറർ കോമഡിയൊക്കെ ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ വന്നൊരു ചിത്രമായിരുന്നു സുമതി വളവ്. സുമതി വളവിന് ശേഷം അടുത്തൊരു ഓഗസ്റ്റിലൊരു മെയിൻ റിലീസ് എന്ന് പറയുന്നത്, മെയിൻ റിലീസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ചിത്രം തിയേറ്ററിലും വലിയ കാര്യമായിട്ടുള്ള ഓളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതിൽ പാട്ടും എനിക്ക് ഹിറ്റായിരുന്നു. സാഹസം എന്ന് പറയുന്ന ചിത്രം അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ നേടിയിരുന്നു. റംസാൻ നായകനായി ഗൗരി ജി കിഷൻ നായികയായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അതിൽ ബാബുനണി നരേനൊക്കെ പ്രധാന റോളിൽ വരുന്നുണ്ടായിരുന്നു. അതിൽ മറ്റേ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പോൾ ഓണത്തിന് മുഴുവൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഏത് മൂഡ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അത് സാഹസം എന്ന് പറയുന്ന സിനിമയിലാണ്. സിനിമ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവ് റിവ്യൂ നേടിയെങ്കിലും തിയേറ്ററിൽ കാര്യമായിട്ടുള്ള വിജയം നേടിയില്ല. 5 കോടി ബഡ്ജറ്റ് വന്ന ചിത്രം ഏതാണ്ട് 3.5 കോടി രൂപയോളം മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടി. സാഹസത്തിന് ശേഷം പിന്നെ വന്നൊരു പ്രധാന റിലീസ് എന്ന് പറയുന്നത് അർജുൻ അശോകന്റെ തന്നെ തലവര എന്ന് പറയുന്ന ചിത്രമായിരുന്നു. തലവരയും അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് നേടിയത്. പക്ഷേ ഓണം റിലീസുകളോടടുത്ത്, ഓണം റിലീസുകൾക്ക് ഒരാഴ്ച മുമ്പാണ് തലവര തിയേറ്ററിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തലവരയുടെ തലവര അത്ര നന്നായില്ല. ഏതാണ്ട് 4 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന ചിത്രം 3.5-4 കോടി രൂപ കൂടുതൽ കളക്ഷൻ നേടിയിട്ടുമില്ല. പടം ഒരു ഫ്ലോപ്പ് ടു ഡിസാസ്റ്ററായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റിവ്യൂ ആണ്. ചിലപ്പോൾ ഇനി OTT-യിലൊക്കെ വരുമ്പോൾ ഒരുപാട് പുകഴ്ത്തപ്പെട്ടേക്കാം. അർജുൻ അശോകനെ സംബന്ധിച്ച് ഈ ചിത്രം പൊളിഞ്ഞെങ്കിലും കണ്ടവരാരും മോശം പറഞ്ഞ് കേൾക്കാത്തൊരു ചിത്രമായിരുന്നു തലവര. ഇതിനുശേഷം ഓണം റിലീസുകളിലേക്കാണ് പോകുന്നത്. ഓണം റിലീസുകളിൽ മെയിനായിട്ട് മലയാളത്തിൽ നിന്നും 4 മേജർ റിലീസുകളാണ് ഉണ്ടായത്. ഒന്ന് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് കല്യാണി പ്രിയദർശൻ നായികയായിട്ട് അഭിനയിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര. രണ്ടാമത് സത്യൻ അന്തിക്കാട് ചിത്രം ലാലേട്ടന്റെ ഹൃദയപൂർവ്വം. പിന്നെ അൽതാഫ് സലീം സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ, കല്യാണി എന്നിവർ പ്രധാന റോളിലെത്തിയ ഓടും കുതിര ചാടും കുതിര. പിന്നെ താരതമ്യേന പുതിയ ഡയറക്ടർ പുതിയ നടനുമായി വന്ന ഒരു മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ചിത്രം. ഇതിൽ പെപ്പയുടെ ഗസ്റ്റ് റോളൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. ഇത് 4 ഓണം റിലീസായി വന്നത്. ഈ ഓണം റിലീസുകളിൽ ലോകയാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക വളരെ വലിയൊരു മാർജിൻ വിജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 30 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം 200 കോടിക്ക് മേളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കഴിഞ്ഞു. ചിത്രത്തിന്റെ ഒരു ഫൈനൽ എൻഡ് കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ഏറ്റവും കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായി ലോകം മാറും എന്നാണ് പല ട്രേഡ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. ചിത്രത്തിന് ഹൈ പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഐതിഹ്യമാലയിലെ കഥകളെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഡൊമിനിക് അരുൺ നല്ല രീതിയിൽ തെളിയിച്ചിട്ടുണ്ട്. കല്യാണിയുടെ മികച്ച പ്രകടനം, കുറെ അടിപൊളി കാമിയോസ് എല്ലാം ഈ ചിത്രത്തിലുണ്ട്. ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാണെന്ന് അറിയാം. എന്നാലും കാണാത്തവരോടായിട്ട് ഒന്നുകൂടി പറയണം, ഡോണ്ട് മിസ് ഇറ്റ്. ലോകേഷം 2ാം സ്ഥാനത്ത് ഓണം റിലീസുകളിൽ നിൽക്കുന്നത് സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ്. 25 കോടി രൂപയോളം ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം ഏതാണ്ട് ഇപ്പോൾ ഒരു 60 കോടി രൂപയോളം കളക്ഷൻ ആയിട്ടുണ്ട്. ഒരു 70-75 കോടി രൂപ ഫൈനൽ എൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബാസ്റ്റർ സ്റ്റാറ്റസ് ആണ് ചിത്രത്തിനുള്ളത്. ചിത്രത്തിന് നല്ല പോസിറ്റീവ് റിവ്യൂ തന്നെയായിരുന്നു വന്നത്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു ഫാമിലി മൂവി, ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു ചിത്രം എന്നാണ് ഹൃദയപൂർവ്വത്തെ കുറിച്ച് പൊതുവെ ഓഡിയൻസ് പറയും. ഈ 2 ചിത്രങ്ങൾക്ക് ശേഷം പിന്നെ വന്ന 2 ചിത്രങ്ങളെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ചർച്ച ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. കാരണം 2 സിനിമകളും ഓടും കുതിര ചാടും കുതിരയാണെങ്കിലും മേനെ പ്യാർ കിയയാണെങ്കിലും ഒരു ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ്. മേനെ പ്യാർ കിയയുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ അവൈലബിൾ അല്ല, കളക്ഷനും കാര്യമായിട്ടുള്ള അവൈലബിൾ അല്ല. കാരണം ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഓണം സീസണിന്റെ ഒരു അഡ്വാൻറ്റേജും കിട്ടാതെ പോയ ചിത്രമാണ് മേനെ പ്യാർ കിയ. പെപ്പയുടെ ഗസ്റ്റ് അപ്പിയറൻസിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഓടും കുതിര ചാടും കുതിരയിലേക്ക് വരുമ്പോൾ 32 കോടി രൂപയുടെ വലിയൊരു ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഈ ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ ആകെ നേടിയിട്ടുള്ളത് 3.5 കോടി മാത്രമാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ എന്നുള്ള ലെവലിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഡബിൾ ബാരൽ എന്ന് പറയുന്ന ചിത്രമായിരുന്നു ഇതുവരെ ഇറങ്ങിയ ഓണച്ചിത്രങ്ങളിലെ ഏറ്റവും ബിഗ് മാർജിനിലെ പരാജയം. ഡബിൾ ബാരലിന്റെ ആ റെക്കോർഡ് ഓടുംകുതിര ചാടുംകുതിര സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും വലിയ മാർജിനിലെ പരാജയപ്പെട്ട ഓണച്ചിത്രം ഓടുംകുതിര ചാടുംകുതിരയാണ്. ഇതിൽ നായിക കല്യാണി പ്രിയദർശനാണ്. പക്ഷെ ലോക പോലൊരു സിനിമ അപ്പുറം നിൽക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായി കല്യാണിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ ഫഹദ് ഫാസിൽ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം ഒരു രംഗണ്ണനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് കാര്യമായ ഒരു രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയങ്ങളും അദ്ദേഹത്തിനില്ല എന്നുള്ളത് ഇവിടെ ഇതിനോടൊപ്പം പറയും. ഓഗസ്റ്റിലെ ഒരു ബോളിവുഡിൽ നിന്നുള്ള മേജർ റിലീസ് എന്ന് പറഞ്ഞത് സ്പൈ യൂണിവേഴ്സിൽ നിന്ന് വന്ന വാർ 2 ആയിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രീ ഹൈപ്പ്
ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു വാർ. കാരണം വാർ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സിനിമയായിരുന്നു. ഹൃതിക് റോഷന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു ഇതിലെ കബീർ എന്ന് പറയുന്ന ക്യാരക്ടർ. സെക്കൻഡിലേക്ക് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ കൊന്നു എന്ന് തന്നെ പറയാം. കാരണം കണ്ടവരാരും ഹൃതിക് റോഷന്റെ പ്രകടനങ്ങളെ കുറിച്ച് എവിടെയും പറഞ്ഞു കണ്ടില്ല. തമ്മിൽ ഭേദം തൊമ്മൻ NTR ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ചിത്രം ഒരു വെക്കിടാവെടി സെറ്റപ്പ് ആണെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ട്. അത് ആ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലും കാണാനുണ്ട്. 400 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം 150-160 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് നേടിയത്. ഒരു ഓൾ ടൈം ഡിസാസ്റ്റർ ആയിട്ടുണ്ട്. സ്പൈ യൂണിവേഴ്സിലെ ആദ്യ പരാജയമാണ്. അത് ലോകേഷ് കനകരാജിന്റെ രജനീകാന്ത് ചിത്രം കൂലി. കൂലി അറിയാലോ, തമിഴ് സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് സിനിമയായിരുന്നു. ചിത്രം തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ ദിനം തൊട്ടേ മിക്സഡ് റിപ്പോർട്ടുകളായിരുന്നു. മിക്സഡ് നെഗറ്റീവ് റിപ്പോർട്ടുകളാണ് കേട്ടിരുന്നത്. അത് ചിത്രത്തിന്റെ കളക്ഷനെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന് പറയാം. 350 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന ചിത്രം 520 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയത്. ഒരു ഹിറ്റ് സ്റ്റാറ്റസ്, ഒരു ആവറേജ് ടു ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ചിത്രത്തിന് കിട്ടിയത്. ലോകേഷ് കനകരാജിനെ സംബന്ധിച്ച് സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബാസ്റ്ററുകളും മാത്രമുള്ള പുള്ളിയെ സംബന്ധിച്ച് ഒരു ആവറേജ് ഹിറ്റ്, അല്ലെങ്കിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ച് ഒരു ഫ്ലോപ്പിന് തുല്യമാണെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കുറെ ഇന്റർവ്യൂകളും എല്ലാം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും വലിയ സ്റ്റാർ കാസ്റ്റ് കൊണ്ടും വലിയ ബഡ്ജറ്റ് കൊണ്ടും മാത്രം വണ്ടേഴ്സ് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് കൂലി. കാരണം അതിനുള്ളിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സോള് വേണം. അല്ലെങ്കിൽ പിന്നെ രജനീകാന്തിനെ പോലെ, നാഗാർജുനനെ പോലെ, അമീർ ഖാനെ പോലെ, ഉപേന്ദ്രനെ പോലെയൊക്കെ നിരവധി വലിയ സ്റ്റാറുകൾ ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ട് പോലും ഈ ചിത്രത്തിന് 500 കോടി വലിയ നല്ലൊരു കളക്ഷനാണ് എന്ന് അവർ പ്രതീക്ഷിച്ചൊരു ബ്രേക്ക് ഇവനിലേക്ക് ആ ചിത്രം എത്തിയില്ല. അതുകൊണ്ടാണ് ആ ചിത്രം ഒരു വലിയ വിജയമാവാണ്ടിരുന്നത്. അപ്പോൾ പുതിയ സിനിമ എടുക്കുന്നവർക്കും ഇതെല്ലാം ഒരു പാഠമാവട്ടെ. കാരണം കഥ വേണം, കഥയുണ്ടെങ്കിൽ മാത്രമേ എന്തും ഉണ്ടാവൂ എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് നമുക്ക് കൂലിയത്. തെലുങ്കിൽ നിന്നും ഓഗസ്റ്റ് മാസം വന്ന മേജർ റിലീസ് എന്ന് പറയുന്നത് വിജയ് ദേവരകൊണ്ടയുടെ കിങ്ഡം ആയിരുന്നു. വരുന്നതിന് മുമ്പ് വലിയൊരു പ്രീ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു കിങ്ഡം. ഇറങ്ങിയത് ആദ്യ 1-2 ദിവസങ്ങളിൽ തെറ്റില്ലാത്ത നല്ല റിപ്പോർട്ടുകൾ കേട്ടിരുന്നെങ്കിലും പിന്നീട് നെഗറ്റീവ് റിപ്പോർട്ടിലേക്കാണ്, നെഗറ്റീവ് റിവ്യൂസിലേക്ക് ഈ ചിത്രം പോയി. ചിത്രം വിജയ് ദേവരകൊണ്ടയുടെ കരിയറിൽ വൺ ഓഫ് ദ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഹൈപ്പിൽ വന്നൊരു ചിത്രമാണ്. അതേപോലെ തന്നെ ബഡ്ജറ്റും 150 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 60-70 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയത് ഈ ചിത്രം. ഈ ചിത്രത്തിൽ വിജയ് ദേവരകൊണ്ടയോടൊപ്പം നമ്മുടെ സത്യദേവ് നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. സത്യദേവ് നല്ലൊരു ആക്ടറാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പുള്ളിയുടെ നല്ല അത്യാവശ്യം നല്ല പടങ്ങളുണ്ട് കേട്ടോ. സീബ്ര പോലത്തെ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കാവുന്ന സിനിമയാണ്. പുള്ളിയാണ് ഇതിനകത്ത് ദേവരകൊണ്ടയുടെ ചേട്ടനായിട്ട് അഭിനയിച്ചത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് നമ്മുടെ മലയാളിയായ വെങ്കടേഷ് ആയിരുന്നു. വെങ്കടേഷിന്റെ വില്ലൻ റോള് അടിപൊളിയായിരുന്നു. ഈ വിജയ് ദേവരകൊണ്ടേനേക്കാൾ നല്ല പുള്ളിയുടെ പെർഫോമൻസും ഗ്ലാമറും ഒക്കെ വെങ്കടേഷിനാണ് എനിക്ക് തോന്നിയത്. വെങ്കടേഷിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ നിഖില വിമലിന്റെ ബോയ് ഫ്രണ്ടായിട്ട് അഭിനയിച്ചേക്കണം ആ പയ്യനാണ് വെങ്കടേഷ്. അവൻ നല്ല സൂപ്പറായിട്ട് വില്ലൻ വേഷം ചെയ്തിട്ടുണ്ട്. അവന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഈ പടം കണ്ടുനോക്കാവുന്നതാണ്. അല്ലാതെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വേസ്റ്റഡ് പടം തന്നെയാണ് കിങ്ഡം. കന്നഡയിൽ നിന്നും ഓഗസ്റ്റ് മാസം വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു സൂ ഫ്രം സൂ. സൂ ഫ്രം സോയുടെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ്. സൂ ഫ്രം സോ 5 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുക്കി 120 കോടി രൂപയോളം കളക്ഷൻ നേടിയ ചിത്രമാണ്. ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാം. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആയിരുന്നു കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. കേരളത്തിലും തെറ്റില്ലാത്ത വിജയ ചിത്രം നേടി. ഓവറോൾ അതിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കന്നഡ സിനിമയിലെ തന്നെ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒരെണ്ണമായിരുന്നു. കന്നഡയിൽ നിന്ന് വേറെ വലിയ റിലീസുകളൊന്നും ഓഗസ്റ്റ് മാസം ഉണ്ടായിരുന്നുണ്ട്. ഇതിനിടയിൽ ഓഗസ്റ്റ് മാസം ഒരു അനിമേഷൻ സിനിമ റിലീസ് ചെയ്തിരുന്നു, മഹാവതാർ നരസിംഹ. 15 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം വേൾഡ് വൈഡ് കളക്ഷൻ ഏതാണ്ട് 300 കോടി രൂപയാണ് നേടിയത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കളക്ഷൻ നേടുന്ന അനിമേഷൻ ചിത്രമായി മാറിയിട്ടുണ്ട് മഹാവതാർ നരസിംഹ. 15 കോടി എന്ന് പറയുന്ന ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വിജയവും ഈ ചിത്രത്തിൽ നേടാൻ കഴിഞ്ഞത്.